മദീനത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അവർ മദീനത്തേക്ക് അടുക്കുമ്പോൾ ദൂരത്തുനിന്ന് ഈ മല കാണും. അപ്പോൾ ആ മല വർണ്ണിച്ചുകൊണ്ട് അവർ പാട്ട് പാടും. ആ മലനെ ഇഷ്ടം വെച്ചുകൊണ്ട് ആ മലഞ്ചെരുവിൽ രാപ്പാർക്കും, ആ മലഞ്ചെരുവിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്ന മലയായിരുന്നു ആ മല. അവരെ കത്തിക്കാൻ വേണ്ടിയിട്ട് നരകത്തിൽ കൊണ്ടുവരപ്പെടുന്നതാണ്. വഖൂദു ഹന്നാസ് വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ഈ ഇങ്ങനത്തെ കല്ലുകൾ അവരെ കത്തിക്കാൻ അവരിഷ്ടപ്പെടുന്ന മല അവരെ കത്തിക്കാൻ വേണ്ടി നരകത്തിൽ കൊണ്ടുവരുന്നതാണ് ഒരു കാരണം. അപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, നമ്മൾ രണ്ടടയാളം പറഞ്ഞ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മറന്നോയില്ലല്ലോ. ഒന്ന് സദക്ക സ്വീകരിക്കൂല എന്നുള്ള അടയാളമാണ് പിന്നെ പഠിച്ചു വന്നത്. മറ്റൊന്ന് ഹദിയ സ്വീകരിക്കുക. അത് രണ്ടും പരീക്ഷണം നടത്തി വിജയിച്ച്. ഇനി വേറൊരു അടയാളമുണ്ട്, ഖാത്തമൻ നുബുവ എന്ന് പറയുന്ന അടയാളം നിബിതങ്ങളെ ശരീരത്തിലുണ്ട്. ഖാത്തമൻ നുബുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിബിതങ്ങളെ പെരടിയിൽ വലത്തെ ഭാഗത്ത് തോളിൻ്റെ മുകളിലായിട്ട് ഒരു കോഴിമുട്ട ആകൃതിയിൽ ഒരു മുഴ ഉണ്ടായിരുന്നതാ. നിബിതങ്ങളെ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ആയിട്ട് ഒരു കോഴിമുട്ട ആകൃതിയിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. ആ മുഴൻ്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് ഫ ഇന്നക മൻസൂറുൻ ഹൈസുമാ തവജ്ജഹ എന്ന് അറബിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഈ അടയാളം ഉള്ളതായിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടുണ്ട്. ഈ അടയാളം കാണണം. അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം മദീനത്തേക്ക്, ഇവിടെ കുബൈൽ വന്ന് നോക്കിയപ്പോൾ കുബൈലില്ല. അപ്പം ഇതിലേക്ക് നബിതങ്ങൾ എവിടെ എത്തി? മദീനത്തെത്തി. മദീനത്ത് അന്ന് ആദ്യമായിട്ട് നബിതങ്ങൾ വന്നിട്ട് ഫസ്റ്റ് വഫാത്താകുന്നൊരു സഹാബി ഉണ്ട്. നബിതങ്ങൾ വന്ന ഉടനെ തന്നെ വഫാത്തായ സഹാബിൻ്റെ പേരാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി. അവർ മുഹാജിറായിരുന്നു. മദീനക്കാരിൽ നിന്ന് ഏറ്റവും ആദ്യം വഫാത്തായതാരാ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അല്ല, മദീനക്കാരിൽ നിന്ന് ഏറ്റവും ആദ്യം വഫാത്തായത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലോ, അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു മദീനക്കാരിൽ നിന്ന് ഏറ്റവും ആദ്യം മുസ്ലിം ആയത് അവരാണ്. മദീനക്കാരിൽ നിന്ന് ഏറ്റവും ആദ്യം വഫാത്തായതും അവരാണ്. എന്നാൽ മക്കത്ത് നിന്ന് മുഹാജിരീങ്ങളിൽ നിന്ന് ഏറ്റവും ആദ്യം നബിതങ്ങൾ വന്നിട്ട് ഫസ്റ്റ് ജന്നത്തുൽ ബഖീയിൽ ഒന്നാമത്തെ ജനാസ ആരതാണ്? അസ്അദ് ബിൻ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിൻ്റെ ഖബർ വഫാത്തായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ ഇവർ വന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഈ നിബിതങ്ങൾ മയ്യത്ത് പരിപാലനത്തിലാണ് ജന്നത്തുൽ ബഖീയിൽ. അവൻ നിബിതങ്ങൾ ഖബറിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്, ചുറ്റുഭാഗത്ത് സഹാബത്ത് നിൽക്കുന്നുണ്ട്. ജന്നത്തുൽ ബഖീയിൽ നിബിതങ്ങൾ ആദ്യത്തെ മയ്യത്തായത് കൊണ്ട് മയ്യത്ത് പരിപാലനം ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ് സഹാബത്തിന്, ഇങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹു വന്ന ചുറ്റുഭാഗത്ത് ഖബറിൻ്റെ ചുറ്റും സഹാബത്തും ഉണ്ട്. അപ്പോൾ ആ സഹാബത്തിൻ്റെ പിന്നിലൂടെ ഇങ്ങനെ റൗണ്ട് ചുറ്റും. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടി നിബിതങ്ങൾ ഇങ്ങനെ നോക്കുക, നിബിതങ്ങളെ ഖാത്തമുൻ നുബുവ കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചുറ്റും നടക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിനെ മറവ് ചെയ്തതിന് ശേഷം നിബിതങ്ങൾ സൽമാൻ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അടുത്ത് വിളിച്ച് സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ തോളിലുള്ള ഷാള് പൊന്തിച്ചിട്ട് ഈ അടയാളം കാട്ടിക്കൊടുത്തത് നിബിതങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പം സൽമാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത് നബിതങ്ങളെ ചാടി കെട്ടിപ്പിടിച്ച് തുരുതുര ഈ ഖാത്തമുൻ നുബുവയിൽ ഉമ്മ വെച്ച് അങ്ങനെ ജന്നത്തുൽ ബഖീയിൽ ഇരുന്നിട്ടാണ് സൽമാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്? ഷഹാദത്ത് കലിമ ചൊല്ലുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ കേട്ടിട്ട് നബിതങ്ങളും സഹാബത്തും ജന്നത്തുൽ ബഖീയിൽ ഇരുന്ന് കരഞ്ഞു എന്ന്. അത്രക്കും ത്യാഗം നിറഞ്ഞ കഥകളായിരുന്നു സൽമാൻ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് സത്യം തേടിയുള്ള ഈ തീർത്ഥയാത്രയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ സഹാബത്തും നിബിതങ്ങളും ജന്നത്തുൽ ബഖീയിൽ ഇരുന്നിട്ട് ഈ മരിച്ച മയ്യത്തിനെ ആലോചിച്ചിട്ടില്ല കരഞ്ഞത്, സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗം നിറഞ്ഞ കഥ കേട്ടിട്ടായിരുന്നു കരഞ്ഞത്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അവർ മുഹാജിറായിരുന്നു. മദീനക്കാരിൽ നിന്ന് ഏറ്റവും ആദ്യം മറവ് ചെയ്തത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. ഇനി നമ്മൾ പോകുന്നത് ഖന്തക്കിലേക്കാണ്. ഖന്തക്ക് കിടങ്ങ് കീറിയ സ്ഥലം കേട്ടില്ലേ? ഖന്തക്ക് യുദ്ധം നടന്ന സ്ഥലം ഹിജ്റ 5 ഖന്തക്ക് നടക്കുന്നത്. മദീനത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്നപ്പോൾ മദീനത്ത് കൂടുതൽ ജൂതന്മാരുടെ സ്ഥലമായിരുന്നു. കൂടുതൽ ആളുകളും ജൂതന്മാരാണ്. പിന്നെ അറബ് ഗോത്രങ്ങളാണുള്ളത്. അപ്പം അതിൽ ജൂതന്മാരിൽ പ്രശ്നസങ്കീർണമായ ആളുകളായിരുന്നു ബനുന്നദീറുകാർ. ബനുന്നദീറുകാരെ മദീനത്ത് നിന്ന് നാട് കടത്തി. എങ്ങോട്ട്? ഖൈബറിലേക്ക് നാട് കടത്തി. ബനു ഖുറൈളക്കാർ നബിതങ്ങളുമായിട്ട് സഖ്യത്തിൽ കഴിഞ്ഞ് മദീനത്ത് തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ
ബനു നദീറുകാർ ഖൈബർ എന്ന് പറയുന്ന സ്ഥലം മുറഹിബ് രാജാവിൻ്റെ സ്ഥലമാണ്. അവിടെ ജൂതന്മാരെ മെയിൻ കേന്ദ്രമാണ്. അപ്പോൾ ഇവിടുന്ന് നാട് കടത്തിയ ആളുകളും അവിടെയുള്ള ജൂതന്മാരും ഒരുമിച്ച് കൂടി അവിടെ ശക്തി പ്രാപിച്ചു. ഇവിടെ പിന്നെ ഇവിടുത്തെ ജൂതന്മാരായ ബനു ഖുറൈളക്കാർ നബി തങ്ങളുമായിട്ട് സഖ്യത്തിൽ കഴിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു ഹിജ്റ ബദർ യുദ്ധം കഴിഞ്ഞ് ഉഹ്ദ് യുദ്ധം കഴിഞ്ഞ് അങ്ങനെ ജൂതന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കണം, മുസ്ലിങ്ങളെ വളർച്ചയ്ക്ക് തടയിടണം എന്നുള്ള ഇത്. അങ്ങനെ ജൂതന്മാർ മക്കത്ത് പോയിട്ട് മുസ്ലിക്കീങ്ങളൊക്കെ കണ്ട് അങ്ങനെ മദീന പിടിച്ചടക്കാനുള്ള ഒരു കക്ഷി രൂപീകരിച്ച്, അതായത് നിബിതങ്ങളെ ശത്രുക്കളായി ഉള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയാണ്. ജൂതന്മാരൊരു ഭാഗത്ത്, മുസ്ലിക്കീങ്ങൾ മറ്റൊരു ഭാഗത്ത്, പിന്നെ കത്ഫാൻ ഗോത്രക്കാർ വേറൊരു ഭാഗത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി 10,000-ഓളം പടയൊരുങ്ങി ശത്രുപക്ഷം. അങ്ങനെ മദീന പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അവർ വരാനൊരുങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിവരം മദീനത്ത് കിട്ടിയപ്പോൾ നബി തങ്ങൾ മദീനത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്ത് ചെയ്യുമെന്നുള്ള കൂടിയാലോചന നടത്തി. ആ സമയത്താണെങ്കിൽ മദീന മുഴുവനും പട്ടിണിയിൽ കഴിയുന്ന സമയമായിരുന്നു. പട്ടിണി കിടന്ന് സഹാബത്തൊക്കെ മെലിഞ്ഞൊട്ടിപ്പോയി. കൊടിയ ദാരിദ്ര്യം. ഒരു സ്ഥലത്ത് 3 മാസത്തോളം മദീനത്ത് ഒരു തരി ഭക്ഷണം പോലും ഇല്ല. അങ്ങനെ എല്ലാവരും പ്രയാസപ്പെട്ട് കഴിയുന്ന സമയത്താണ് മദീന പിടിച്ചടക്കാൻ 10,000-ഓളം പടയൊരുങ്ങി വരുന്ന വിവരം നബി തങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ എല്ലാവരും കൈമലർത്തി. കാരണം യുദ്ധം ചെയ്യാൻ ആരോഗ്യമില്ല, സമ്പത്തില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാത്ത ഈ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ഒരു പേർഷ്യൻ യുദ്ധതന്ത്രം പറഞ്ഞു കൊടുക്കാം. മദീനയുടെ വടക്ക് പടിഞ്ഞാറ് വശത്ത് നമുക്ക് കിടങ്ങ് കീറാം. വടക്ക് പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സംഘം ആളുകളൊക്കെ വന്നാൽ മദീനക്കുള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ആ സ്ഥലം ബന്ദ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈത്തപ്പന തോട്ടങ്ങളും ചരൽക്കല്ലുകളും മലകളും കുന്നുകളുമായിട്ടുള്ള സ്ഥലങ്ങൾ, അതിലൊന്നും ശത്രുക്കൾക്ക് വരാൻ കഴിയില്ല. ഇതിലാണ് എല്ലാവരും വരിക. അപ്പോൾ ഈ ഭാഗം ബന്ദ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 3 കിലോമീറ്ററിലധികം എന്ത് ചെയ്തു, കിടങ്ങ് കീറണം. അതിന് 1000-ഓളം സഹാബത്ത് മദീനത്തുണ്ട്. പക്ഷേ എല്ലാവരും പട്ടിണിക്കോലങ്ങളാണ്. 10 സഹാബത്തിന് നിബിധങ്ങൾ 40 മുഴം അളന്നു കൊടുത്ത് അങ്ങനെ ഓരോ 10 ടീമാക്കി നിർത്തിയിട്ട് രാവും പകലും നിന്ന് 7 ദിവസം കൊണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടായിരുന്നു സഹാബത്ത് എന്ത് ചെയ്തത്, ഈ ഹന്തക്കിൻ്റെ കിടങ്ങ് കീറുന്നതെന്ന്. അപ്പോൾ ഹന്തക്ക് കിടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കിടങ്ങ് ഇങ്ങനെ കുഴിച്ചതല്ല, 4 ഗജം ആയുണ്ടായിരുന്നു കിടങ്ങിന്. 4 ഗജം എന്ന് പറഞ്ഞാൽ 4 ആനൻ്റെ ആയം. അപ്പോൾ 4 ഗജമായെന്ന് പറഞ്ഞാൽ 4 ആനൻ്റെ ആയുണ്ട്. 40 അടി വീതിയുണ്ട്. എത്ര കിലോമീറ്റർ വലുപ്പം? 3 കിലോമീറ്ററോളം നീളം ഉണ്ടായിരുന്നു ഈ കിടങ്ങിന്. ഈ കിടങ്ങ് സഹാബത്ത് പാറ പോരാത്ത സ്ഥലത്ത് സഹാബത്ത് കുഴിച്ചുണ്ടാക്കുക ഈ കിടങ്ങ് കീറുമ്പോഴേക്ക് എന്ത് ചെയ്യണം, ഇവിടെ പിന്നെ ശത്രുക്കൾ വരുന്നതിന് മുമ്പ് ഇവിടെ കിടങ്ങൊരുങ്ങി പോകണം. അപ്പോഴത്തേക്ക് ഈ കിടങ്ങ് കീറാൻ വേണ്ടി മദീനത്താണെങ്കിൽ പട്ടിണിയാണ്. അങ്ങനെ സഹാബത്ത് വളരെ പ്രയാസപ്പെട്ട് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അങ്ങനെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടുക. കുറച്ച് ഈത്തപ്പഴം എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഒരു ഈത്തപ്പഴം ഒരാൾക്ക് കിട്ടും. അത് ഉണങ്ങിയ ഈത്തപ്പഴം മുമ്പെപ്പോഴോ ശേഖരിച്ച് വെച്ച ആരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഒരു ഈത്തപ്പഴമാണ് കിട്ടുന്നത്. ആ ഈത്തപ്പഴമല്ല, കാരക്ക. ആ കാരക്ക 10 ഇതളാക്കുന്ന 10 ഇതളാക്കിയിട്ട് ഒരു ഇതള് നാവിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് ബാക്കി അത് അരയെ കെട്ടി വെക്കും. എന്തിന്? നാവിൻ്റെ മുകളിലത്തെ വെള്ളം വറ്റിപ്പോകാതിരിക്കാൻ. അത്രക്കും ദാരിദ്ര്യമായിരുന്നു. അത് ചവച്ചിറക്കൂല. അങ്ങനെ കീറി ഉണ്ടാക്കിയ രാവും പകലും ഒരു കുറച്ച് സഹാബത്ത് ഇങ്ങനെ കിടങ്ങി കീറുമ്പോൾ സമയത്ത് പിന്നെ എന്ത് ചെയ്ത്, ഒരു വലിയ പാറ ഭൂമിക്കടിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വെള്ളാരം കല്ല്, വലിയ പാറ. അപ്പം ഇതെത്ര അടിച്ചിട്ടും പൊട്ടുന്നില്ല സഹാബത്ത്. അപ്പം നബിതങ്ങളടുത്ത് വന്ന് പറഞ്ഞു. നബിതങ്ങൾ ആ ഒരു ആയുധം വാങ്ങിയ ഒറ്റടി, അതിൽ ഒരു പ്രകാശം, അത് ചിന്നിച്ചിതറി ഒരു പ്രകാശം പുറപ്പെട്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, പിന്നെ യമനിൻ്റെ കൊട്ടാരങ്ങൾ ഞാൻ ഇതിൽ കാണുന്നുണ്ട്, യമൻ ഇസ്ലാമിന് കീഴടങ്ങും എന്ന്. നോക്കി, നബിതങ്ങൾ വലിയൊരു രാഷ്ട്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ രാഷ്ട്രം ഇസ്ലാമിന് കീഴടങ്ങുന്നു. ആരോടാ പറയുന്നത്? ഈ പട്ടിണി പാവങ്ങളായ സഹാബത്തിനോടാ പറഞ്ഞത്. അല്ലാഹു അക്ബർ. എല്ലാവരും തെക്ബീർ മുറക്കി അല്ലാഹു അക്ബർ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടി അടിച്ച്. അപ്പോൾ ആ പാറൻ്റെ പകുതിയിലേറെ പൊളിഞ്ഞ് അതിൽ നിന്നും പ്രകാശം പുറപ്പെട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞ്, ഞാൻ റോമൻ സാമ്രാജ്യങ്ങൾ കാണുന്നുണ്ട് എന്ന്. ഇങ്ങനെ ഓരോ അടി അടിച്ചപ്പോൾ ഇതാ പറയുന്നത്, ഇതൊക്കെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലം ആകുമ്പോഴേക്ക് ഇതൊക്കെ ഇസ്ലാമിന് കീഴടങ്ങിയെന്നാ കേട്ടോ. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലം ആകുമ്പോഴേക്ക് ഈ പട്ടിണി പാവങ്ങളായ ആളുകൾ എന്ത് ചെയ്ത് വലിയ വലിയ രാഷ്ട്രങ്ങൾ പിടിച്ചെടുത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഉമർ റളിയല്ലാഹുവിൻ്റെ ഈ ഭരണകാലം ആകുമ്പോഴേക്ക്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം അടിച്ചു പൊട്ടിച്ച് അങ്ങനെ ഒരു കുറച്ച് സഹാബത്ത് നിബിധങ്ങളെടുത്ത് വരിക പട്ടിണി പാവങ്ങളായ സഹാബത്ത് വയറ്റത്ത് കല്ല് വെച്ചിട്ട് നബിയെ ഞങ്ങൾക്ക് വിശന്നിട്ട് നിന്നൂടെ ഞങ്ങൾ വയറ്റത്തൊക്കെ കല്ലാണ്. അപ്പം നബിതങ്ങളെ വയറ്റത്ത് 2 കല്ല് കണ്ട്. അപ്പം സഹാബത്തൊക്കെ പേടിച്ച് അങ്ങനെ ജാബിർ റളിയല്ലാഹു വീട്ടിൽ ഓടിപ്പോയി വീട്ടിലുണ്ടായിരുന്ന ചെറിയൊരു ആട്ടിൻകുട്ടിനെ പിടിച്ചറുത്ത് നബിതങ്ങൾക്ക് കുറച്ച് ഭക്ഷണം പത്തിരിയും മാവും കുഴച്ച് നബിതങ്ങളെടുത്ത് വന്ന് നബിയെ വീട്ടിൽ കുറച്ച് ഭക്ഷണം ഉണ്ട്, തങ്ങൾ ഒരു 2-3 ആളുകളും വന്നാൽ അവിടുന്ന് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാൽ അറിയാം, എല്ലാവരെയും വിളിക്കി നമുക്ക് ഇന്ന് ജാബിറിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനാണ്. ഇത്തോളം ആളുകൾക്ക് 3 ആൾക്ക് വെച്ച ഭക്ഷണം കൊടുത്ത കഥ, ആ കഥ നടന്ന സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ വെച്ച ഈ നിബിധങ്ങൾ ഭക്ഷണത്തിലേക്ക് മന്ദിരിച്ചൂതി തുപ്പിയിട്ട് പത്തിച്ച സഹാബത്തിനെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി അവർക്കൊക്കെ വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് പുറത്തേക്ക് ഇറക്കി. അങ്ങനെ 100 കണക്കിന് ആളുകളെ എന്ത് ചെയ്ത് ഈ ഭക്ഷണം കൊടുത്തിട്ടും 100 കണക്കിന് സംഘങ്ങളെ, ഒരു സംഘം 10, അങ്ങനത്തെ 100 കണക്കിന് സംഘം, അതായത് 1000-ലധികം ആളുകളെ കയറ്റിയിട്ട് എന്ത് ചെയ്തു, വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ആ വെച്ച ഭക്ഷണം അങ്ങനെ തന്നെ ബാക്കി ഉണ്ടായിരുന്ന, കുറയാതെ അങ്ങനെ തന്നെ ബാക്കി ഉണ്ടായി. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ളത് അയൽവാസികൾക്കും കൂടിയും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നബികൾ ചെറിയ മക്കളുണ്ടായിരുന്നു ജാബിർ റളിയല്ലാഹു, ആ കുട്ടികളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ജാബിർ റളിയല്ലാഹുവും ഭാര്യയും മുഖത്തേക്ക് മുഖം നോക്കിയിട്ട് ഉള്ളിലേക്ക് പോയി. എന്നിട്ട് കുട്ടികൾ 2 മയ്യത്താണ് കൊണ്ടുവന്നത്. ജാബിർ റളിയല്ലാഹു 2 ആൺകുട്ടികളെ മയ്യത്ത് കൊണ്ടുവന്നു എന്നാ തെരഞ്ഞു അറിഞ്ഞപ്പോൾ ഈ ആയിഷാ ബീവിൻ്റെ അടുത്ത് പോയി മദീന പള്ളിയിൽ പോയപ്പോൾ ആയിഷാ ബീവി പറഞ്ഞ് ജബൽ സിൽഹിൻ്റെ മുകളിൽ തിരയാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് ജബൽ സിൽഹ് എന്ന് പറയുന്ന മല. ഈ മലൻ്റെ മുകളിൽ നിബിധങ്ങളെ തിരഞ്ഞപ്പോൾ നിബിധങ്ങൾ ഇവിടെ സ്ഥലത്ത് സുജൂദിലായി കാണപ്പെട്ട് കഹ്ഫ് ബനി ഹറാം എന്ന് പറയുന്ന ഒരു ഗുഹ ഉണ്ട് അവിടെ. അത് ആൾക്കാർ നിൽക്കുന്ന അവിടെ നിബിധങ്ങൾ സുജൂദിലായി കാണപ്പെട്ടു. ദീർഘമായ സുജൂദ്, നിബിധങ്ങൾ എഴുന്നേൽക്കുന്നില്ല, നിബിധങ്ങൾ വഫാത്തായി പോയോ എന്ന് വരെ സംശയിച്ചു. നിബിധങ്ങൾ ഇങ്ങനെ സുജൂദ് പോയാൽ പിന്നെ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. നമ്മൾ ഒരു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ചെല്ലിയിട്ട് നമ്മളത് കഴിഞ്ഞ് നമുക്ക് കാൽമുട്ട് വേദന, ഊരവേദന ഒക്കെ തുടങ്ങി. നിബിധങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം മുഴുവനും സുജൂദിലാണ്. അപ്പോൾ അങ്ങനെ സുജൂദിൽ കിടക്കുക. നിബിധങ്ങൾ വഫാത്തായി പോയോ എന്ന് വരെ സംശയിക്കുന്ന രീതിയിലുള്ള സുജൂദ്. അപ്പോൾ സുജൂദിൽ നിബിധങ്ങളെ എഴുന്നേറ്റിട്ട് നിബിധങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞ് എൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്നോട് ചോദിച്ചു, അഹ്സാബിൽ അങ്ങയുടെ ഉമ്മത്തിന് അള്ളാഹു എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് എന്നറിയോ എന്ന് ചോദിച്ചു. അപ്പം നിബിധങ്ങൾ പറഞ്ഞ് അള്ളാഹു ആലം വറസൂലുഹു, അള്ളാഹ്ക്കും ഈ ചോദ്യം ചോദിച്ച ജിബ്രീലിനും അറിയാവുന്നതാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പോയി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് പറഞ്ഞ് അഹ്സാബിൽ അങ്ങയുടെ ഉമ്മത്തിന് അള്ളാഹു തആല സംരക്ഷിച്ചു എന്നാക്കുരാൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജൂതന്മാരാണ് എന്തിന് ഇത് ഹന്തക്കിനുള്ള കോപ്പ് കൂട്ടിയത് ജൂതന്മാരാണ്. ജൂതന്മാർ പുറത്തുനിന്നുള്ള ജൂതന്മാർ വരുന്നുണ്ട്, ഉള്ളിലുള്ള ജൂതന്മാർ ബനൂ ഖുറൈളക്കാർ നിബിധങ്ങളുമായിട്ട് സഖ്യത്തിലാണുള്ളത്. പക്ഷേ ബനൂ ഖുറൈളക്കാർ 10,000-ഓളം പട വന്നപ്പോൾ ആ കൂട്ടത്തിൽ ജൂതന്മാരുണ്ട്, ജൂത നേതാക്കന്മാരും ഇവരെ മുൻകാല ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബനൂ ഖുറൈളക്കാർ നിബിധങ്ങളുമായിട്ടുള്ള സഖ്യം എന്ത് ചെയ്തു, ഒഴിവാക്കി. അപ്പം ഉള്ളിലും ശത്രുക്കളായി പുറത്തും ശത്രുക്കളായി. കിടങ്ങൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ മദീന മുൾമുനയിലായിപ്പോയി. കാരണം മദീനത്ത് ഫുള്ള് പട്ടിണി, മദീനത്ത് എവിടെയും ഭക്ഷണമില്ല, ഒരു തരി ഭക്ഷണം പോലും കഴിച്ചിട്ട് എത്രയോ കാലങ്ങളായി. കുട്ടികളും പെണ്ണുങ്ങളൊക്കെ തേക്കോ കാര്യത്തിൽ നിങ്ങൾ പേടിച്ച് ഇവിടെ വന്ന് നിന്നതാണ്. അപ്പോഴാണ് നബിതങ്ങൾക്ക് സന്തോഷം അറിയിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. അപ്പം അങ്ങയുടെ ഉമ്മത്തിനൊന്നും സംഭവിക്കില്ല, രക്ഷിക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പോയി ദീർഘമായി സുജൂദിലേക്ക് കടന്ന് ദ്വാരപ്പം നല്ല മദീന ഇരുടായി. പകൽ വെളിച്ചുണ്ടാകുന്ന സമയത്ത് മദീന ഇരുടായി, ശക്തമായ കാറ്റടിച്ച് അങ്ങനെ പൊടിക്കാറ്റ് വന്ന് അങ്ങനെ മദീന മുഴുവനും പൊടിക്കാറ്റും ശക്തമായ ഇരുടും, കാല് നിലത്ത് ഉറപ്പിച്ച് വെക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ശത്രുക്കൾ 10,000-ഓളം ശത്രുക്കൾ വന്നിട്ടുണ്ട്. അവർ കിടങ്ങിൻ്റെ ഒരു വശത്ത് ഹൈമ കെട്ടിയിട്ടുണ്ട്. അവരെ ഒരുപാട് മൃഗങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ അതൊക്കെ പാറിപ്പോകാൻ തുടങ്ങി, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ശത്രുക്കളെ ഭാഗത്തേക്ക് ചകൽ തുള്ളികൾ പോലത്തെ മഴത്തുള്ളികൾ പെയ്തിറങ്ങി ഭയങ്കര കല്ലെറിയുന്ന രീതിയിലുള്ള വേദന. അങ്ങനെ ശത്രുക്കളെല്ലാം എറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു പോവുക. അങ്ങനെയാണ് ഈ ഖന്തക്ക് യുദ്ധം അവസാനിക്കുന്നത്. ഖന്തക്ക് യുദ്ധം അവസാനിച്ചപ്പോൾ പട്ടിണിപ്പാവങ്ങളായ എല്ലാം നഷ്ടപ്പെട്ട സഹാബത്തിന് നഷ്ടപ്പെട്ടതിനേക്കാൾ 4 ഇരട്ടി കിട്ടിയെന്ന. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കിട്ടി, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കിട്ടി, വാഹനമില്ലാത്തവർക്ക് അങ്ങനെ എല്ലാം മുസ്ലിങ്ങൾക്ക് വീണ്ടെടുക്കാനും കഴിഞ്ഞു. അങ്ങനെ ഖൈബർ ഇത് അവസാനിച്ചു. ഖന്തക്ക് യുദ്ധം അവസാനിച്ചു. ഖന്തക്ക് യുദ്ധത്തിൽ കൂടുതൽ ആളുകൾ വഫാത്തായിട്ടില്ല. 5 മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് 6 സഹാബത്താണ് ഷഹീദായത്.
അത് അമ്പെയ്ത്ത് യുദ്ധത്തിലും ഈ കിറങ്ങി വീഴുന്ന സമയത്തുള്ള അപകടങ്ങളിലൊക്കെ പെട്ടിട്ടാണ് ഈ 6 സഹാബത്ത് വഫാത്താകുന്നത്. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് 4 ആളുകളേ ഉള്ളൂ എൻ്റെ ജീവൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത ആ ഗുഹ കാണാൻ കഴിയും. നല്ല ധൈര്യവും ആരോഗ്യവും ഉള്ളവർക്ക് പോകാം. ആരംഭപ്പോയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുജൂദിലൊക്കെ അടഞ്ഞിരുന്ന തങ്ങളെ ഇരുന്നിരുന്ന സ്ഥലമാണ് കാണുന്നത്. അല്ലാഹ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇബാദത്ത് ചെയ്ത ഗുഹ തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലമാണ്. ഉസ്താദ് പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഉമ്മച്ച് നോക്കി നല്ല പരിമളം വീശുന്ന സ്ഥലമാണ്. ഒരുമിച്ച് കൂട്ടിയിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? തബൂക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നിട്ട് യുദ്ധത്തിന് പോകുന്നത്. നടന്ന് സഹാബത്തിന്റെ കാലിന്റെ അടിയിലെ വെള്ള പൊള്ളിപ്പോയി. എന്നിട്ട് കാലിന്റെ അടിയിലെ വെള്ള പൊള്ളിപ്പോയിട്ട് ഉടുത്ത വസ്ത്രം കീറി കാലിന്റെ മുകളിൽ ചുറ്റിക്കെട്ടിയിട്ടായിരുന്നു നടന്നിരുന്നത്. ഉടുത്ത വസ്ത്രം കീറി ചുറ്റിക്കെട്ടണമെങ്കിൽ എന്തിനാ കെട്ടിയതെന്ന് അറിയാം? അല്ല, കാലിന്റെ വെള്ള പൊള്ളിപ്പോയാൽ അതിന്റെ മുകളിൽ പിന്നെ നടക്കാൻ കഴിയില്ല, കാരണം പുകച്ചിലെടുക്കും. അപ്പൊ ഈ വെള്ള കാലിന്റെ അടിയിലത്തെ വെള്ളം കൊണ്ട് പറിച്ചെടുത്തിട്ട് ഇറച്ചിന്റെ മുകളിൽ, കാലിന്റെ അടിയിലത്തെ ഇറച്ചിന്റെ മുകളിൽ മണ്ണാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടുത്ത വസ്ത്രം കാലിന്റെ മുകളിൽ ചുറ്റിക്കെട്ടിയത്. റാത്തുൽ റിക്കാ എന്ന പേര് ഈ യുദ്ധത്തിനുണ്ട്. ചുറ്റിക്കെട്ടിയ യാത്ര. അങ്ങനെ ത്യാഗം സഹിച്ച ഇസ്ലാമാണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഹർമൂസ് രാജാവുമായിട്ടാണ് യുദ്ധത്തിന് പോയത്. ഹർമൂസ് രാജാവ് ഇസ്ലാമിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്തു? ഇസ്ലാമിന് കീഴടങ്ങി. പിന്നെ വലിയ യുദ്ധം നടക്കാതെ അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതുപോലെ മദീനത്തേക്ക് തിരിച്ചും വന്ന് 700 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ചു വന്ന് മക്കത്തുനിന്ന് മദീനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മദീനയിൽ നിന്നും വിട്ടുനിന്നത് തബൂക്കിലേക്കുള്ള യുദ്ധയാത്രയിലായിരുന്നു. തബൂക്കിൽ പോയി വരാൻ മാസങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പം നബിതങ്ങൾ തിരിച്ച് മദീനത്തേക്ക് എത്തി. സനിയത്തു ഷാമിയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. സനിയത്തു ഷാമിയിലേക്ക് തന്നെ നബിതങ്ങൾ തിരിച്ചെത്തി. മദീനത്തേക്ക് തിരിച്ചെത്തിയപ്പം പിന്നെ ഇവിടെ പോകാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഓടിക്കൂടി. അപ്പം മണ്ണും പൊടിയും പാറി. അപ്പം മണ്ണ് മൂക്കിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ചില സഹാബികളൊക്കെ മൂക്ക് പിടിച്ച് നിന്ന് സഹാബത്തിന്റെ അടുത്തൊക്കെ വന്നിട്ട് നിബിധങ്ങളൊക്കെ വന്നിട്ട് കൈ തട്ടിയിട്ട് പറഞ്ഞു, ഇന്നലി ഉബാറുൽ മദീനത്ത് ഷിഫാഉൻ ലികുല്ലി ദാ എന്ന് പറഞ്ഞു. മദീനത്തെ പൊടിപടലങ്ങളിൽ എല്ലാ രോഗങ്ങൾക്കും ഷിഫയുണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ മദീനത്തെ മണ്ണിനും മദീനത്തെ വായുവിനും മദീനത്തെ അന്തരീക്ഷത്തിനും ഒക്കെ വലിയ ബഹുമതിയും വലിയ ശ്രേഷ്ഠതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മക്കത്താണ് എല്ലാ ശ്രേഷ്ഠതയും ഖുർആൻ പറഞ്ഞു. മക്കത്ത് 1,00,000 പ്രതിഫല അമലുകൾക്കുള്ളത്. മദീനത്ത് 1000 പ്രതിഫലം ഉള്ളത്. മദീനത്ത് നിബിധങ്ങൾ പറഞ്ഞ 1000, മക്കൾക്ക് 1,00,000. എന്നിട്ട് മക്കത്ത് നിന്ന് മദീനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നിട്ട് മദീനത്ത് നിന്ന് ദ്വാരക്കാൻ, അല്ലാഹുവേ മക്ക ഞങ്ങൾക്ക് എത്ര ഇഷ്ടമുണ്ടായിരുന്നോ അതിന്റെ 2 ഇരട്ടി ഇഷ്ടം മദീനയോടാക്കി തരണേ എന്ന് നിബിധങ്ങൾ ദ്വാരുന്നു. മക്കത്ത് നീ എത്ര ബറക്കത്ത് ചൊരിഞ്ഞിരുന്നോ അതിന്റെ 2 ഇരട്ടി ബറക്കത്ത് മദീനയിൽ ചൊരിയണേ എന്ന് നിബിധങ്ങൾ ദ്വാരക്ക. മക്കത്തുള്ളതിന്റെ ഒക്കെ 2 ഇരട്ടിയാണ് നിബിധങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പൊ മക്കത്ത് 1,00,000, മദീനത്ത് 1000. 1000-ന് 1,00,000-ന്റെ 2 ഇരട്ടിയായിട്ട് കൂട്ടിയാലാണ് മദീനന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ കഴിയും. അത്രയും ശ്രേഷ്ഠത മദീനത്തെ മസ്ജിദി ഹാദ എന്ന് പറഞ്ഞാൽ നിബിധങ്ങളെ ഈ പള്ളി എന്ന് പറഞ്ഞാല് നിബിധങ്ങൾ തബൂക്ക് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പള്ളി പല ഘട്ടങ്ങളിലായി പള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? വികസിപ്പിച്ചിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4ാം ഘട്ടം നടത്തിയത് തബൂക്ക് യുദ്ധത്തിന് ശേഷമാണ്. അപ്പൊ അത് ഹദ് മസ്ജിദ് നബവി എന്ന് പറയുന്ന ഒരു അടയാളം പള്ളിന്റെ തൂണിന്റെ മുകളിലുണ്ട്. അതിന്റെ ഇപ്പുറം എന്തുണ്ട്? റൗള ഉണ്ട്. പള്ളിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ് റൗള എന്ന് പറയുന്നത്. റൗള മസ്ജിദ് നബവിന്റെ ഫുള്ളില്ല, നിബിധങ്ങളുടെ പള്ളിന്റെ ഫുള്ളില്ല, കുറച്ച് ഭാഗമാണ് എന്തുള്ളത്? റൗള ഷരീഫുള്ള. ഈ റൗളയിലുള്ള 2 റക്അത്ത് നിസ്കാരത്തിന് 10 ലക്ഷം, ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം പ്രതിഫലമാണ് എന്തുള്ളത്? റൗളയിലുള്ള നിസ്കാരത്തിനുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് വലിയ ശ്രേഷ്ഠത കൽപ്പിച്ചു എന്നുള്ളത്. മദീനത്തിന് ഓരോ സംഗതിക്കും
വലിയ ബഹുമതിയും വലിയ ശ്രേഷ്ഠതയും നിബിധങ്ങൾ പറഞ്ഞു എന്നുള്ള. ആ മക്കത്തുള്ള ഖബർസ്ഥാനിന്റെ പേര് ജന്നത്തുൽ മുഅല്ല, മദീനത്തുള്ള ഖബർസ്ഥാനിന്റെ പേര് ജന്നത്തുൽ ബഖീ. ഈ രണ്ട് ഖബർസ്ഥാനിന്റെയും പ്രത്യേകത എന്താ വെച്ചാൽ ഈ രണ്ട് ഖബർസ്ഥാനിലും മറവ് ചെയ്യുന്ന ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന. നിബിധങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മദീനത്ത് വെച്ച് മരിച്ചോളയും, മദീനത്ത് മരിക്കുന്നവർക്ക് ഞാൻ ഷഫാഅത്ത് ചെയ്യാം എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദീനത്ത് ജന്നത്തുൽ ബഖീയിൽ ആർക്കെങ്കിലും കിടക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ഒരു കാരക്കക്കൊട്ടയിൽ നിന്ന് മറ്റൊരു കാരക്കക്കൊട്ടയിലേക്ക് കാരക്ക തട്ടുന്നത് പോലെ എന്ത് ചെയ്യും, അവർക്ക് ഹിസാബില്ലാതെ ഇവിടെ മറവ് ചെയ്യുന്ന ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ തട്ടിയിടുന്നു. അത്ര പോരിഷുള്ള ഖബർസ്ഥാനിയാണ് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്നത്. നിങ്ങൾ ആയിഷ ബീവിന്റെ കഥ നേരത്തെ കേട്ടില്ലേ? ആയിഷ ബീവി നിബിധങ്ങൾ വഫാത്തിന് ശേഷം എത്ര കാലം ജീവിച്ചെന്ന് പറഞ്ഞ് 48 വർഷം ജീവിച്ച്. ആയിഷ ബീവി ജീവിതത്തിൽ ഒരു ഹജ്ജും ഉംറയാ ചെയ്തതെന്ന. കാരണം എന്താ, ആയിഷ ബീവി മദീനത്ത് നിന്ന് വിട്ടുപോകാൻ ഇഷ്ടപ്പെട്ടില്ല. നിബിധങ്ങളോട് കൂടെ ചെയ്ത ഹജ്ജും ഉംറയും അല്ലാതെ ആയിഷ ബീവി വേറൊരു ഹജ്ജും ഉംറയും ചെയ്തതായിട്ട് ചരിത്രത്തിലില്ല. അതെന്താ, ഫർളായ അമല് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ജബൽ ഉഹുദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു ഹാദാ ബാബും മിൻ അബ്വാബിൽ ജന്ന. ഈ പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ഈ പർവ്വതത്തിനെയും സ്നേഹിക്കുന്നു, ഇത് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഒരു കവാടമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹബീബായ തങ്ങളോട് ഈ മല സംസാരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മലയോടും സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവര് 4 പേരും ഒരു ദിവസം ഈ മല കയറി. ഉഹുദ് മല, ഈ വലിയ മലാട്ടോ ഉഹുദ് മല. നമ്മള് ചെറിയ മല നമ്മൾ കയറിയാണ്, നമ്മൾ സിയാറത്തിന് പോയപ്പോ കയറിയ ജബൽ റുമാത്ത് എന്ന ആ മലന്റെ പേര്. ഈ വലിയ മലന്റെ പേരാണ് എന്ത്, ജബൽ ഉഹദ്. അപ്പൊ ഇനി നമ്മള് ഉഹുദ് മല കയറാനാ പോകുന്നത്. നിങ്ങൾക്ക് ഉഹുദ് മല കയറാൻ കഴിയോ? കയറല്ലേ? നോക്കി വലിപ്പം നോക്കി നിങ്ങള് നിങ്ങൾ പറഞ്ഞിട്ടത് ഇതിങ്ങനെ സൗരം ഇതൊന്നും അല്ലത്, ഇത് ഉഹുദാ. 7 കിലോമീറ്ററോളം ഈ മലക്ക് നീളമുണ്ട്. നീളത്തില് 7 കിലോമീറ്ററോളം ഈ മലക്ക് നീളമുണ്ട്. വീതിയിൽ 3 കിലോമീറ്റർ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവര് 4 പേരും ഈ മല കയറിയപ്പോ മല അങ്ങോട്ട് കുലുങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, മല ചവിട്ടിയിട്ട് പറഞ്ഞു ഉസ്ബുത് യാ ഉഹുദ് ഫഇന്ന അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ എന്ന് പറഞ്ഞു. ഇവിടെ ഉഹുദേ അടങ്ങി നിൽക്കൂ, നിന്റെ മുകളിൽ പ്രവാചകനും സിദ്ദീഖും 2 ഷഹീദുമാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ നിബിധങ്ങൾക്ക് ഒരു പ്രതിസന്ധിയാണ് ഈ മല കയറിയപ്പോ ഉണ്ടായത്. എന്ത്, മല കുലുങ്ങാന്നുള്ളത് പ്രതിസന്ധിയാണല്ലോ. ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിബിധങ്ങൾ എന്ത് ചെയ്തു എന്നറിയാം, ബദരീങ്ങളെ കാക്കണേന്ന് പറഞ്ഞു. കേട്ടില്ലേ? ബദരീങ്ങളിൽ 1-ാമത്തെ ആളാണ് ആര്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2-ാമത്തെ ആള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 3-ാമത്തെ ആള് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 4 ഉമർ റളിയല്ലാഹു അൻഹു. ഇവര് 4 പേരും ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞെന്നുള്ളൂ. നിബിധങ്ങളുണ്ട് ബദറിൽ 1-ാമത്തെ ആളായ ഞാനുണ്ട് ഇതിന്റെ മുകളില്, അടങ്ങി നിൽക്ക്. ബിഹഖി നബിയ്യുൻ വസിദ്ദീഖുൻ, സിദ്ദീഖ് ഉണ്ട്. സിദ്ദീഖ് ആരാണ്? പ്രവാചകൻ കഴിഞ്ഞാൽ, മുത്തുനബി തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു ഇതിന്റെ മുകളിലുണ്ട്. പിന്നെ ഭാവിയിൽ ഷഹീദാകാൻ പോകുന്ന 2 ശുഹദാക്കളും നിന്റെ മുകളിലുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരെ നാമം ഉച്ചരിച്ചു. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മഹാന്മാരെ നാമം ഉച്ചരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാണ്. അപ്പൊ നിങ്ങൾ ധൈര്യത്തിൽ വിളിച്ചുകൊള്ളി എന്ത്, ബദരീങ്ങളെ കാക്കണമെന്ന്. ബദരീങ്ങളെ കാക്കണമെന്ന് വിളിക്കാം, മമ്പർത്തേന്നും വിളിക്കാം, എല്ലാം വിളിക്കാം നമുക്ക്. ബദരീങ്ങൾ ധൈര്യത്തിൽ വിളിക്കുക, ബദരീങ്ങൾ നേരിട്ട് വിളിക്കണം എന്നാ. അങ്ങനെ നിബിധങ്ങൾ അങ്ങനെ മാതൃക കാട്ടി തന്നിട്ട് അതിന് പ്രശ്നമില്ല, ഉള്ള കേസല്ല, സിർക്കൊന്നും ആയിപ്പോല. നിബിധങ്ങൾക്ക് അർച്ചനെ കാക്കണേന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ നിബിധങ്ങൾ അതല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്, നിന്റെ മുകളിൽ പ്രവാചകനുണ്ട്, സിദ്ദീഖുണ്ട്, 2 ഷഹീദുമുണ്ട് എന്ന് നിബിധങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് ഇവിടെ വന്നിരിക്കുകയായിരുന്നു. പ്രയാസപ്പെട്ട് ഒരു ദിവസം വന്ന സമയത്ത് നബി തങ്ങളോട് മല പറഞ്ഞ്, എന്തിനാ നബിയെ ഇങ്ങനെ പ്രയാസപ്പെട്ടൊക്കെ കഴിയുന്നത്, ഞാൻ പൂർണ്ണമായി സ്വർണമായി മാറിത്തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മല പറഞ്ഞു എന്നാ. അപ്പൊ സ്വർണ്ണമായി മാറി കൊടുക്കാന്നാണ് നബി തങ്ങളോട് പറഞ്ഞത്. അപ്പം ഈ മല നബി തങ്ങളോട് സംസാരിച്ചു.
ആയിരിക്കും, ഉഹുദ് മല ആയിരിക്കും. സ്വർഗത്തിന്റെ വാതിലിനരികിൽ ഉഹുദിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ ധാരാളം ഹദീസിൽ ഉഹുദിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ മലന്റെ ചോട്ടിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത്? ഉഹുദ് യുദ്ധം നടന്നത്. ഹിജ്റ 3 ഉഹുദ്. ബദർ യുദ്ധത്തിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് മക്കത്തുനിന്ന് 3000-ഓളം പട വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് മദീനത്തെ ഉഹുദിന്റെ താഴ്വാരത്ത് വെച്ച് നേരിട്ട് അങ്ങനെ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വൻ വിജയം ഉണ്ടായി. ശത്രുക്കളൊക്കെ ഓടിപ്പോയി. അപ്പം മുസ്ലിങ്ങളെ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത് ഈ മലമുകളിൽ ആളുകളെ നിർത്തി. ഏത് ജബലുർ റുമാത്ത് ആളുകളെ കയറിക്കുന്ന മല ഉണ്ടില്ലേ, നിങ്ങൾ കയറിയ ആ മലന്റെ മുകളിൽ ആളുകളെ നിർത്തി. 50 അമ്പെയ്ത്തുകാരായ സഹാബത്തിനെ നിർത്തി. ജബലു ഐനൈൻ എന്നുള്ള മല ജബലുർ റുമാത്ത് എന്നുള്ള പേരിലാണ് പിന്നെ അറിയപ്പെട്ടത്. അതായത് അമ്പെയ്ത്തുകാരെ നിർത്തിയത് കൊണ്ട്. അതിന്റെ ചോട്ടിൽ പള്ളിയും മക്ബറയും ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ സിയാറത്ത് ചെയ്ത്. അവിടെ നിന്നാണ് യുദ്ധം നടക്കുന്നത്. ആദ്യഘട്ടം മുസ്ലിങ്ങൾക്ക് വൻ വിജയം ഉണ്ടായി. ശത്രുക്കളൊക്കെ ഓടിപ്പോയി. മുസ്ലിങ്ങളെ ഈന്റെ മുകളിൽ നിർത്തിയ ആളുകള് വിജയത്തിന്റെ ആഹ്ലാദത്തിൽ സഹാബത്ത് എന്ത് ചെയ്ത് ഈ മലന്റെ മുകളിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളും ഇറങ്ങിപ്പോന്നു. അപ്പം ഇത് ഓടിപ്പോയ ആളുകളും യുദ്ധത്തിന് ഇറങ്ങാത്ത ആളുകളും ഇത് കണ്ടപ്പോൾ അവര് പിന്നിലൂടെ കടന്നു വന്ന് ഈ മലമുകളിൽ ബാക്കി വന്ന ആളുകളെ കീഴടക്കി ഈ മല ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് പിന്നീട് ഓടിപ്പോയ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി 4 ഭാഗത്തുനിന്നും മുസ്ലിങ്ങള് അശ്രദ്ധരായി യുദ്ധക്കളത്തിൽ പല ഭാഗത്ത് കഴിയുന്ന മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് പല ഭാഗത്തു നിന്നായി ചാടി വീണപ്പോൾ മുസ്ലിം സൈന്യം ഛിന്ന ഭിന്നായി 4 ഭാഗത്തേക്ക് ചെതറിയോടി. പിന്നെ പരന്ന യുദ്ധമായി പോയി. മുസ്ലിങ്ങളും സഹാബത്തുള്ള സ്ഥലങ്ങളിലൊക്കെ യുദ്ധം. ഈ യുദ്ധത്തിനിടയിലാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നബി തങ്ങൾ അതേ രൂപസാദൃശ്യം ഉണ്ടായിരുന്ന സഹാബി, ആ സഹാബി പിന്നെ കയ്യിൽ നബിതങ്ങൾ ആദ്യ ഘട്ടത്തിൽ യുദ്ധത്തിന് കൊടി കൊടുത്തിരുന്നു. അവര് ഈ യുദ്ധക്കളത്തിലേക്ക് കൊടി പിടിച്ചു വരുമ്പം ശത്രു വിചാരിച്ചത് നബിതങ്ങളാണെന്ന്. ശത്രു വെട്ടി ഇന്നി ഖതൽതു മുഹമ്മദ്, ആ മുഹമ്മദിനെ ഞാൻ വധിച്ചു എന്ന് പറഞ്ഞു. അതോട് മുസ്ലിങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ നബിതങ്ങളാണെന്ന് വിചാരിച്ചിട്ട് മുസ്ലിങ്ങൾ കരഞ്ഞപ്പോൾ ശത്രുക്കൾ വീണ്ടും ഓടി വന്നു നോക്കി. ഇത് നബിതങ്ങളല്ല കൊല്ലപ്പെട്ടത്, മിസ്അബാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ നബിതങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പിന്നെ യുദ്ധം ചെയ്യാൻ കഴിയൂല എന്നാണ് മനസ്സിലാക്കി. അങ്ങനെ അവര് മുഴുവനും കുത്തില മുഹമ്മദ് നാർത്തട്ടഹസ് വിളിക്കാൻ തുടങ്ങി. ഇത് കേൾക്കുന്ന സഹാബത്തൊക്കെ കരയാനും തുടങ്ങി. അങ്ങനെ പേടിച്ചരണ്ട 70ഓളം സഹാബത്തിനെ ഈ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ശത്രുക്കൾ വെട്ടിക്കൊലപ്പെടുത്തി. അങ്ങനെയാണ് 70 ആളുകളെ എന്ത് ചെയ്യുന്നത് ഈ യുദ്ധത്തിൽ ഷഹീദാകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന് ശത്രുക്കൾ പറയുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിലുണ്ട്. നബിതങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നബിതങ്ങൾ ഒറ്റപ്പെടുത്തി കൊല്ലാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ നിന്ന് തോളിലിട്ട് ഒറ്റ ഓട്ടം ഓടിയിട്ട് മലന്റെ ഈ ഉഹുദ് മലന്റെ താഴ്വാരത്തുള്ള ഒരു ചെറിയ പൊത്തിൽ കൊണ്ടുപോയി അതിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അവിടുന്ന് വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടില്ല, നബിതങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന്. ഇവിടെ താഴെ കരഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാബത്ത് ഇത് കേൾക്കുക. അങ്ങനെ ഇത് പ്രകമ്പനം കൊള്ളിച്ചിട്ട് യുദ്ധക്കളവും മദീന മുഴുവനും കേട്ടുന്ന. അതോടുകൂടി പിന്നെ യുദ്ധം നബിതങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് യുദ്ധം നിർത്തി എല്ലാവരും ഓടാൻ തുടങ്ങി. ശത്രുക്കൾ വന്നാൽ വീണ്ടും നബിതങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഉടനെ തന്നെ താഴ്ഭാഗത്ത് നിന്ന് സഹാബത്ത് എന്ത് ചെയ്ത് നബിതങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക്, മലന്റെ മുകളിൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ മല ഇങ്ങനെ പിളർന്നു നിന്ന് കൊടുത്ത് ആ പിളർപ്പിൽ നബിതങ്ങൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള കസാര പോലത്തെ കല്ല് രൂപപ്പെട്ട് വരികയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയപ്പോൾ പതുക്കെ യുദ്ധം അവസാനിച്ച്. ശത്രുക്കളും വന്നു. ശത്രുക്കൾ ഒരു ഭാഗത്തും മുസ്ലിങ്ങൾ എല്ലാവരും ഈ ഭാഗത്തും. അപ്പം ശത്രുക്കളെ മുഴുവനും ഇവിടുന്ന് ആട്ടി ഓടിച്ചതിന് ശേഷം ലുഹറിന്റെ സമയത്ത് യുദ്ധം നടക്കുകയാണ്. അപ്പം ലുഹറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിലേക്ക് പിന്തിച്ച് ജമാക്കി. ലുഹറും അസറും ശത്രുക്കൾ പോയതിനു ശേഷം ഈ മലന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് താഴ്ഭാഗത്ത് വന്നിട്ട് നബിതങ്ങൾ ലുഹറും അസറും ഇരുന്ന് നിസ്കരിച്ചു. ആ പള്ളിയാണ് നമ്മൾ നേരെ മുന്നിൽ കാണുന്നത്. നോക്കി അതാ അവിടെ ഇത് കണ്ടില്ലേ, മരത്തിന്റെ കെട്ടൊക്കെ കെട്ടിയിട്ട് അത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലുഹറും അസറും ഇരുന്ന് നിസ്കരിച്ച സ്ഥലം. നമ്മൾ ഇവിടുന്ന് മഗ്‌രിബ് നിസ്കരിക്കല്ലേ, ഇത് നബിതങ്ങൾ ആദ്യം കൊണ്ടുപോയി ഇരുത്തിയ സ്ഥലമാണ് ഈ ഗുഹ. ഇവിടെ ഒരു ചെറിയൊരു പുസ്തക. അപ്പൊ അവിടെ നിന്ന് നബിതങ്ങളെ സുഗന്ധം വരുന്ന സ്ഥലം. അതിനുള്ളിൽ നബിതങ്ങൾ ശത്രുക്കളെ കണ്ടപ്പോൾ തല ബേക്കോട്ട് വലിച്ചപ്പോൾ മല ബേക്കോട്ട് വലിഞ്ഞു നിന്ന് കൊടുത്ത് ആ കുഴിന്ന് ഇപ്പോഴും സുഗന്ധം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ അതാണ് രണ്ടാമത് നബിതങ്ങളെ കൊണ്ടുപോയി എത്തിയ സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി എന്നല്ലോ, അതാ മലന്റെ മുകളിലേക്ക്. നിങ്ങൾ കാണുന്നുണ്ടോ? ഉറങ്ങിപ്പോയോ? ഇതാ നേരെ നോക്കി, അതെ ആൾക്കാർ നിൽക്കുന്ന ആ ഭാഗത്ത്. ഇതാണ് നബിതങ്ങള് ലുഹറും അസറും ഇരുന്ന് നിസ്കരിച്ചത്. ഇതൊക്കെ നേരത്തെ അടച്ചു വെച്ചത്. ഇപ്പൊ നിങ്ങൾ വരുന്നത് പ്രമാണിച്ച് നമ്മൾ തുറന്ന് റെഡിയാക്കിയാണ്. വേഗം കയറി വരി
മസ്ജിദുൽ ഫസഖ്. അല്ലാഹ് ഉഹദ് യുദ്ധത്തിൽ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്കേറ്റപ്പോൾ തങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയ ഗുഹയാണിത്. അപ്പം അതിനുമുമ്പ് തങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തങ്ങളെ കൈയൊന്ന് ഇവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാ, തങ്ങളെ കൈ തൊട്ട സ്ഥലമാണ്. അതെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കുത്തിയ സ്ഥലമാണ് അവിടെ. തങ്ങള് അവിടെ നിന്നില്ല അല്ലെ പിന്നെ കൈ ഈ ഗുഹക്കകത്താണ് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി കൊണ്ടു നിർത്തിയ സ്ഥലം അല്ലേ. അല്ലാഹ് യാ ഹബീബി യാ അല്ലാഹ് تعال. ഈ കാണുന്ന ഇടത് വശമാണ് മുത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുത്തിയിരുന്ന സ്ഥലം. തങ്ങൾക്ക് വേണ്ടി എന്തായി പിളർന്ന ആ ഒരു ഗുഹയാണ്. കറക്റ്റ് ഈ സ്ഥലം അകത്തേക്കല്ല, ഇവിടെയാണ് മുത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി തങ്ങളിവിടെ കൊണ്ടുവന്നപ്പോ തങ്ങൾ ഈ പാറ കുറച്ച് വീഴുന്നു. തങ്ങളിവിടെ ഇരുന്ന സ്ഥലട്ടാ. അല്ലാ, നമ്മളെ ഹാജിമാരൊക്കെ അവിടെ ഉണ്ടല്ലേ. ആ പരിമളം വീശുന്നതിന് ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം, നല്ല പരിമളം വീശുന്ന സ്ഥലമാണ്.